നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൃദയാരോഗ്യത്തെക്കുറിച്ചും ഹൃദയാരോഗ്യം അറിയുവാനുള്ള പരിശോധനാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പമുള്ളത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷൻ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഇസഡ് സാജൻ അഹമ്മദാണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറും വകുപ്പ് മേധാവിയുമാണ് ഡോക്ടർ. ഡോക്ടർ, ഈ ഒരു ഹൃദയാരോഗ്യം നമുക്ക് എല്ലാവർക്കും വളരെയധികം അറിയുവാൻ താല്പര്യമുള്ളൊരു വിഷയമാണ്. ഈ രോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹൃദയാരോഗ്യത്തെക്കുറിച്ച്, ഹൃദയാരോഗ്യം എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്, സംരക്ഷിക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. പ്രേക്ഷകരെയും ഞാൻ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സംശയങ്ങളുമായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഡോക്ടർ, ആദ്യം തന്നെ ഹൃദയാരോഗ്യം അത് എത്രത്തോളം നമ്മുടെ പൊതുവെയുള്ള ജീവിതത്തിന് അത്യാവശ്യമാണ്? നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ അതിനെ സംരക്ഷിക്കുവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം, സെപ്റ്റംബർ 29 ആക്ച്വലി ഇന്നലെ ലോക ഹൃദയ ദിനം ആയിരുന്നു. അപ്പൊ അതിലെ തീം എന്ന് പറയുന്നത് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നുള്ളതാണ്. അപ്പൊ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സിനിമയിൽ മാത്രമല്ല, സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ നമ്മുടെ ലൈഫിലും, പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും ചില ആക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബ്ലഡ് പ്രഷർ, നോർമൽ രക്തസമ്മർദ്ദം എത്രയാണ്, നമുക്ക് ഹൈപ്പർ ടെൻഷൻ അഥവാ അധിക രക്തസമ്മർദ്ദം ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബ്ലഡ് ഷുഗർ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം, നമുക്ക് ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിയണം. മൂന്നാമത്തേത്, നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ എത്രയാണ്, നമുക്ക് കൊളസ്ട്രോൾ ലെവൽ കൂടുതലാണോ നോർമൽ ആണോ എന്നുള്ളത് അറിയണം. നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യണം. പല തിരക്കുകൾ കൊണ്ടും പലപ്പോഴും ഇപ്പോൾ നമുക്കതിന് സാധിക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഫൈനലി, നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ഓരോ വ്യക്തിക്കും അനുയോജ്യമായ വെയിറ്റ് ആണോ, നമുക്ക് അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പോലെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്മോക്കിംഗ് ആണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ ഹാർട്ടിന്റെ കാര്യത്തിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് കൂടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സ്മോക്കിംഗ് ഹാബിറ്റ് ആണ്. ഡോക്ടർ, ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ജീവിതശൈലിയിൽ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതത്തിൽ എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഹൃദയത്തിൻ്റെ ആരോഗ്യം താറുമാറാണ്, ചികിത്സ തുടങ്ങേണ്ട സാഹചര്യമാണെന്ന് തിരിച്ചറിയാൻ ശരീരം നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനുള്ള ആക്ഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഹൃദ്രോഗം പല രീതിയിലുണ്ട്. എങ്കിലും നമ്മളിന്ന് പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയത്തിലേക്കുള്ള രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടായിട്ട് അറ്റാക്ക് അല്ലെങ്കിൽ നെഞ്ചുവേദന ഉണ്ടാകുന്ന സാഹചര്യം. അപ്പോൾ ഹാർട്ടിന്റെ അസുഖത്തിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ബ്ലോക്കിന്റെ സിംറ്റം എന്ന് പറയുന്നത് നെഞ്ചുവേദനയാണ്. നമ്മൾ അഞ്ചൈന എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ നെഞ്ചിന്റെ നടുഭാഗത്തോ അല്ലെങ്കിൽ ഇടതുഭാഗത്തോ ആയിട്ടാണ് ഈ പെയിന് ഉണ്ടാകുന്നത്. വളരെ പല പേഷ്യൻസും പല രീതിയിലാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ചിലർ ഒരു ഭാരം എടുത്ത്, വെയിറ്റ് എടുത്ത് നെഞ്ചിൽ വെച്ചിരിക്കുന്ന പോലെ എന്ന് പറയാറുണ്ട്. ചിലർ ഒരു കഴപ്പ് എന്ന് പറയും. ചിലർ പറയും മുളകരച്ച് തേച്ച പോലെയാണ് ഡോക്ടർ എന്ന് പറയും. അപ്പോൾ നെഞ്ചിന്റെ നടുക്കോ ഇടതുഭാഗത്തോ ഉണ്ടാകുന്ന വേദന, അതുപോലെ തന്നെ ആ വേദനയെ ഇവിടെ നിന്ന് സ്പ്രെഡ് ചെയ്യുന്നതിന് നമ്മൾ റേഡിയേഷൻ എന്ന് പറയും. ഉദാഹരണത്തിന്, നെഞ്ച് വേദന തുടങ്ങിയതിന് ശേഷം അത് ഇടത് കൈയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് കഴുത്തിന്റെ നടുഭാഗത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ രണ്ട് താടിയെല്ലിലേക്കും ഈ വേദന സ്പ്രെഡ് ചെയ്യുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റം ആണ്. ഈ വേദനയുടെ കൂടെ വിയർക്ക്, അമിതമായിട്ടുള്ള വിയർപ്പ് പലപ്പോഴും ഉണ്ടാകാം. അതുപോലെ തന്നെ ഹാർട്ടിന്റെ ബ്ലോക്ക് കൊണ്ടുള്ള വേദനയാണെങ്കിൽ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്, വെറുതെ ഇരിക്കുമ്പോൾ പലപ്പോഴും വേദന ഉണ്ടാകത്തില്ല, ഒരു എക്സർഷൻ, ഒരു എഫേർട്ട് നടത്തുന്ന സമയത്തായിരിക്കും. ഉദാഹരണത്തിന്, നടക്കുമ്പോൾ വേദന ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു കയറ്റം കയറുമ്പോൾ വേദന ഉണ്ടാകുന്നു, ഒരു ബസ് ഒന്ന് ഓടിപ്പോയി ബസ്സിലേക്ക് കയറാൻ പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ചില പേഷ്യൻസ് പറയാറുണ്ട്, കഴിഞ്ഞ വർഷം ഡോക്ടറെ ഞാൻ ശബരിമലയ്ക്ക് പോയി, വളരെ കംഫർട്ടബിൾ ആയിട്ട് കയറി, ഈ വർഷം പോയപ്പോൾ കുറച്ച് പകുതി നടന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് നിൽക്കേണ്ടി വന്നു, വെയിറ്റ് ചെയ്യേണ്ടി വന്നു, നെഞ്ചിലൊരു ഭാരം പോലെ തോന്നി. അപ്പോൾ ഈ സിംറ്റംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും എല്ലാ പേഷ്യൻസിനും എപ്പോഴും നെഞ്ച് വേദനയായിട്ട് ഇത് വരണമെന്നില്ല. നമുക്കറിയാം, പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് പലപ്പോഴും വിമിഷ്ടം അല്ലെങ്കിൽ ശ്വാസം മുട്ടായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കിതപ്പായിട്ടായിരിക്കാം ഇത് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണുകയും അത് കറക്റ്റായി രോഗനിർണയം ചെയ്യേണ്ടതുമാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സംശയവുമായി നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. എരുമേലിയിൽ നിന്നും രമേശ് ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. രമേശ് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ നമസ്കാരം. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ.
ഹലോ രമേശ്, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, എനിക്കൊരു സംശയം എന്ന് പറഞ്ഞത്, പല ഹാർട്ട് പേഷ്യന്റ് ആയിട്ട് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ബ്ലോക്ക് ആണെന്ന് പറയുന്നു. ആൻജിയോഗ്രാം ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറയുന്നു. ലാസ്റ്റ് അവർ കണ്ടുപിടിക്കുന്നത് മിക്കവാറും ആശുപത്രിയിലൊക്കെ അത് വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ശരി തന്നെ ആയിരിക്കാം. അതെന്തുകൊണ്ടാണെന്ന് അറിയാനാ അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റത്തില്ല, തുറന്നുള്ള ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഉള്ളൊരു കാരണം? ഓക്കെ, അത് വളരെ സങ്കീർണമായ സയന്റിഫിക് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ നമ്മൾ ഹാർട്ടിലെ ബ്ലോക്കിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഏതാണ് ട്രീറ്റ്മെന്റ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഹൃദയത്തിൽ വലതുവശത്തും ഇടതുവശത്തും രക്തക്കൊള്ളുകളുണ്ട്. അപ്പോൾ അതിലെ ബ്ലോക്കിന്റെ ലൊക്കേഷൻ, അതിന്റെ കാഠിന്യം, പേഷ്യന്റിന്റെ കണ്ടീഷൻ, കിഡ്നി ഫംഗ്ഷൻ, ഹാർട്ടിന്റെ പമ്പിങ്ങിന്റെ ഫംഗ്ഷൻ, രോഗിയുടെ താല്പര്യം, ഇങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് സാധാരണ നമ്മൾ ഇതിലേക്ക് ഡിസിഷനിലേക്ക് പോകുന്നത്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ട്രഡീഷണലി 3 ബ്ലോക്കോ അതിൽ കൂടുതലാണെങ്കിൽ ബൈപ്പാസ് സർജറി എന്നൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ മെയിൻ രക്തക്കുഴലിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബൈപ്പാസ്, അങ്ങനെയൊക്കെ ആയിരുന്നു. ശാസ്ത്രം പുരോഗമിക്കുന്നതനുസരിച്ച് പുതിയ ടെക്നോളജി വരികയും ഇങ്ങനെയുള്ള പല ബ്ലോക്കുകളും ആൻജിയോപ്ലാസ്റ്റി മൂലവും ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എല്ലാ ബ്ലോക്കുകൾക്കും ആൻജിയോപ്ലാസ്റ്റി വേണമെന്നോ ബൈപ്പാസ് വേണമെന്നോ അല്ല. സാധാരണഗതിയിൽ മൈൽഡ് ടു മീഡിയം ബ്ലോക്കുകൾക്ക് സാധാരണ മെഡിക്കേഷൻ തന്നെയാണ് വേണ്ടത്. നമ്മൾ ഒരു 70% കൂടുതലുള്ള ബ്ലോക്കുകളെയാണ് നമ്മൾ ഒരു പ്രാധാന്യമുള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്ലോക്കുകളുടെ എണ്ണം മാത്രമല്ല, ബ്ലോക്ക് ഏത് പേഷ്യന്റിലാണോ ഉള്ളത്, ഏത് ലൊക്കേഷനിലാണ്, എന്താണ് ആ ബ്ലോക്കിന്റെ എഫക്റ്റ്, ഹാർട്ടിന്റെ പമ്പിങ്, കിഡ്നിയുടെ ഫംഗ്ഷൻ, ഈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് തീരുമാനിക്കുക. അപ്പൊ ചില പേഷ്യൻസിന് ഏറ്റവും അനുയോജ്യം ആൻജിയോപ്ലാസ്റ്റി ആയിരിക്കാം, ചില പേഷ്യൻസിന് ഏറ്റവും അനുയോജ്യം ബൈപ്പാസ് ആയിരിക്കാം. ഇത് തീരുമാനിക്കുന്നത് ഒരു ഹാർട്ട് ടീം, അതായത് കാർഡിയോളജിസ്റ്റ്, കാർഡിയാക് സർജൻ മുതലായ ഡോക്ടേഴ്സ് ചേർന്ന്, പേഷ്യന്റ്, ഫാമിലി, ഇതെല്ലാവരും കൂടെ ചേർന്ന് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് സാധാരണ ഇത്രയും സങ്കീർണമായ സിറ്റുവേഷൻ എടുക്കുന്നത്. നേരെ മറിച്ച് ഒരു അറ്റാക്ക് ആയി പോകുന്ന സിറ്റുവേഷനിൽ പലപ്പോഴും എമർജൻസി ആയിട്ട് വേണ്ടി വരുന്നത് ആൻജിയോപ്ലാസ്റ്റി ആയിരിക്കാം. പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഹൃദയാരോഗ്യ പരിശോധനകൾ കൃത്യസമയത്ത് നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? കറക്റ്റ്. നമ്മൾ പഴയ നാടോടിക്കാറ്റ് സിനിമയിൽ വിജയനും ദാസനും സംസാരിക്കാറുണ്ട്, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയും. അപ്പൊ അതുപോലെ തന്നെ സമയം ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. കാരണം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, രക്തധമനിയിൽ ബ്ലോക്ക് ഉണ്ടായിട്ട് ഹാർട്ടിന്റെ പേശിയിലേക്ക്, മസിലിലേക്ക് ബ്ലഡ് ഫ്ലോ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാർട്ട് ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഡിലേ ഇൻ ഡയഗ്നോസിസ്, രോഗനിർണയത്തിനുള്ള താമസം, അതുപോലെ തന്നെ ഡിലേ ഇൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള താമസം, ഇത് രണ്ടും ഹാർട്ടിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വളരെ ലേറ്റ് ആയതിനു ശേഷം നമ്മൾ ബ്ലോക്കുകൾ മാറ്റിയാലും പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റ് രോഗിക്ക് കിട്ടാറില്ല. ഉദാഹരണത്തിന് ഒരു ചെടിക്ക് കറക്റ്റായിട്ട് വെള്ളം ഒഴിക്കണേ, ചെടി ഇലയെല്ലാം കരിഞ്ഞതിന് ശേഷം നമ്മൾ എത്ര വെള്ളം ഒഴിച്ചിട്ടും കാര്യമില്ല. കൃത്യസമയത്ത് തന്നെ നമ്മൾ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ചെയ്യേണ്ടതാണ്. ഡോക്ടർ, ഇത് അറിയുവാനുള്ള പരിശോധനകൾ, അതായത് ഹൃദയാരോഗ്യം എത്രത്തോളം ഉണ്ട്, അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി നമ്മൾ നടത്തേണ്ട പരിശോധനകൾ എന്തെല്ലാമാണ്? ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പരിശോധനകൾ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പരിശോധനകളുണ്ട്. നമുക്കറിയാം, ലോകത്ത് ഒത്തിരി ടെസ്റ്റുകളുണ്ട്. അപ്പോൾ പണ്ട് പറയുന്ന പോലെ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുന്നു, ഇന്ന ടെസ്റ്റുകളുണ്ട്, എല്ലാം ഓരോ പ്ലേറ്റ് പോരട്ടെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ രോഗിക്ക് ടെസ്റ്റ് ഫോർ ദ റൈറ്റ് പേഷ്യന്റ് അറ്റ് ദ റൈറ്റ് ടൈം, അനുയോജ്യമായ ടെസ്റ്റ് രോഗിക്ക് അനുസരിച്ച് നമ്മൾ കറക്റ്റ് സമയത്തിന് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിരുന്നാലും നമ്മൾ ജനറലായിട്ട് പറയുവാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഹാർട്ടിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ടെസ്റ്റാണ് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. അപ്പൊ അത് ആ പേരിലുള്ള പോലെ തന്നെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഹാർട്ടിന്റെ അറിയാനുള്ള ടെസ്റ്റാണ്. അപ്പോൾ സാധാരണ ECGയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഹൃദയത്തിനെ കുറിച്ച് മനസ്സിലാവും. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള, റോബസ്റ്റ് ആയിട്ടുള്ള, ജാവയെ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്, അധികം കോസ്റ്റ് ഉള്ള ടെസ്റ്റ് അല്ല. അപ്പോൾ പക്ഷേ നെഞ്ച് വേദന ഉള്ള ഒരാൾ വരികയാണെങ്കിൽ ECG എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെജോറിറ്റി പേഷ്യൻസിലും അത് ഹാർട്ടിന്റെ ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ചെക്കപ്പിന്റെ ഭാഗമായി ECG ചെയ്യുമ്പോൾ ECG നോർമൽ ആയതുകൊണ്ട് മാത്രം നമുക്ക് ഹാർട്ട് ഫുള്ളി ഓക്കെ ആണ്, അല്ലെങ്കിൽ ബ്ലോക്ക് ഒന്നും ഇല്ല എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ സാധ്യമല്ല. രണ്ടാമത്തെ ബേസിക് ടെസ്റ്റ് എന്ന് പറയുന്നത് എക്കോ കാർഡിയോഗ്രാം. അതായത് നമ്മുടെ TV ചാനലിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹൃദയത്തിന്റെ ഒരു തത്സമയ സംപ്രേക്ഷണമാണ് നമ്മൾ സാധാരണ ഈ എക്കോയിലൂടെ കാണുന്നത്. എക്കോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ മറ്റ് ഓർഗൻസ് സ്കാൻ ചെയ്യുന്ന പോലെ, ഉദാഹരണത്തിന് നമ്മൾ തൈറോയ്ഡ് സ്കാൻ, വയറിന്റെ സ്കാൻ ചെയ്യുന്ന പോലെ ഹാർട്ടിനെ സ്കാൻ ചെയ്ത് ഹാർട്ടിന്റെ പ്രവർത്തനം നമ്മൾ ലൈവായിട്ട് കാണുകയാണ്. അപ്പൊ ഹാർട്ടിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്, വാൽവുകളുടെ പ്രവർത്തനം എങ്ങനെയാണ്, ബ്ലോക്കിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ എക്കോയിൽ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഇത് കഴിഞ്ഞാൽ പല പേഷ്യൻസിനും, എല്ലാ പേഷ്യൻസിനും അല്ല, വേണ്ട പേഷ്യൻസിന് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എക്സസൈസ് സ്ട്രെസ് ടെസ്റ്റ് ആണ്. സാധാരണ നമ്മൾ ട്രെഡ്മില്ലൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ECG ലീഡ്സ് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പേഷ്യൻറ്റിനെ ആ ട്രെഡ്മില്ലിൽ ഓടിക്കുക. ആ സമയത്ത് ECGയിൽ വ്യതിയാനങ്ങൾ, വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ TMT പോസിറ്റീവ് എന്ന് പറയും. ഓടുന്നതിന് മുമ്പുള്ള ECGയും ഓടി കഴിഞ്ഞുള്ള ECGയും ഏകദേശം ഒരുപോലെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ TMT നെഗറ്റീവ് എന്ന് പറയും. ഇപ്പോൾ TMT പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അവർക്ക് ആൻജിയോഗ്രാം അല്ലെങ്കിൽ CT ആൻജിയോഗ്രാം ഒക്കെ അഡ്വൈസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ TMT നെഗറ്റീവ് ആയതുകൊണ്ടും കംപ്ലീറ്റ്ലി ഓക്കെ എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു 80 to 90% നമുക്ക് മേജർ ബ്ലോക്കുകൾ റൂൾ ഔട്ട് ചെയ്യാനായിട്ട് ട്രെഡ്മിൽ ടെസ്റ്റ് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെയുള്ള ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആൻജിയോഗ്രാഫി എന്ന് പറയുന്ന ടെസ്റ്റാണ്. ആൻജിയോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കയ്യിൽ അല്ലെങ്കിൽ കാലിലെ ഒരു രക്തക്കുഴലിലൂടെ ഒരു ട്യൂബ് കടത്തിവിട്ട് ഹൃദയത്തിനകത്ത് ഒരു ട്യൂബ് കത്തീറ്റർ കൊണ്ടുചെന്ന് നമ്മൾ മെഡിക്കേഷൻ ഇഞ്ചെക്ട് ചെയ്ത്, കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഒരു മെഡിക്കേഷൻ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ബ്ലഡ് ഫ്ലോ നമുക്ക് ലൈവായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പം ബ്ലോക്ക് ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്ര ബ്ലോക്ക്, ഏത് ലൊക്കേഷനിലാണ്, എത്ര വലിപ്പമുള്ള രക്തക്കുഴലിലാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ആണോ അല്ലയോ എന്നൊക്കെ അത് നമുക്ക് ആൻജിയോഗ്രാമിലൂടെ മനസ്സിലാവും. ചില പേഷ്യൻസിന് ആൻജിയോഗ്രാം അല്ലാതെ നമുക്ക് CT ചിലർ ചോദിക്കാറുണ്ട്, ഡോക്ടർ ആൻജിയോഗ്രാം ഇല്ലാതെ ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുമോ? അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആണ് CT കൊറോണറി ആൻജിയോഗ്രാം. അത് ചെയ്യുന്നത് ഞങ്ങൾ കാർഡിയോളജിസ്റ്റുകളല്ല, റേഡിയോളജിസ്റ്റ്, സ്കാനിങ് ഒക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സാണ് ചെയ്യുന്നത്. അതിൽ ഇതുപോലെ മെഡിക്കേഷൻ ഇഞ്ചെക്ട് ചെയ്യും, കോൺട്രാസ്റ്റ് ഇഞ്ചെക്ട് ചെയ്തിട്ട് CT സ്കാൻ എടുത്തുകൊണ്ടാണ് നമ്മൾ ബ്ലോക്ക് ഉണ്ടാകുന്നത്. അതിന്റെ ആക്യുറസി ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളത് തീർച്ചയായിട്ടും സ്റ്റാൻഡേർഡ് കൊറോണറി ആൻജിയോഗ്രാം ആണ്. ദാറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ദി ഗോൾഡ് സ്റ്റാൻഡേർഡ്. പക്ഷേ CT കൊറോണറി ആൻജിയോഗ്രാമിലും പല പേഷ്യൻസിലും നമുക്ക് ഓൾമോസ്റ്റ് 80 to 90% കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. എന്നിരുന്നാലും CT കൊറോണറി ആൻജിയോഗ്രാമിൽ ബ്ലോക്കിന്റെ സജഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ മെയിൻ ആൻജിയോഗ്രാമിലേക്ക് പോകേണ്ടി വരാം. ഹാർട്ട് ബീറ്റ് വളരെയധികം കൺട്രോൾ ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് പലപ്പോഴും CTയിൽ നമുക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടാറുള്ളത്. ഇതുപോലെ നമ്മൾ CT ഉപയോഗിക്കുന്ന മറ്റ് കണ്ടീഷൻസ്, ഉദാഹരണത്തിന് ഹാർട്ടിന്റെ വാൽവ്, അയോർട്ടിക് വാൽവിന് ചുരുക്കമുള്ള രോഗികൾക്ക് ചില കത്തീഡ്രൽ ട്രീറ്റ്മെന്റ്, ടാവർ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റിനൊക്കെ മുന്നോടിയായിട്ട് നമ്മൾ CT സ്കാൻ ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും പലപ്പോഴും വായിച്ചു കാണും ഈ കാൽഷ്യം സ്കോറിംഗ്, ഹൃദയത്തിലെ രക്തക്കുഴലിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റ്. അതും നമുക്ക് CTയിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ. പിന്നെ ഈ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 70% കൂടുതൽ ബ്ലോക്ക് ഉള്ളപ്പോഴാണ് അതിന് മറ്റ് ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ടി വരുന്നത്. 50% താഴെയുള്ള ബ്ലോക്കുകൾക്ക് സാധാരണ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ഈ 50 to 70% മീഡിയം ബ്ലോക്കുകൾ ഇമ്പോർട്ടന്റ് ആണോ എന്നറിയാനുള്ള ചില ടെസ്റ്റുകളും ആൻജിയോഗ്രാമിലെ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയുടെ ഭാഗമായി ചെയ്യാറുണ്ട്. അതിലൊരു ടെസ്റ്റ് FFR എന്ന് പറയുന്ന ടെസ്റ്റാണ്, ഹൃദയത്തിനുള്ളിലെ രക്തക്കുഴലിലെ പ്രഷർ മെഷർ ചെയ്യുന്ന ടെസ്റ്റ്. പിന്നെ OCT, അതായത് ഒപ്റ്റിക്കൽ കോഹറൻസ് ടോമോഗ്രാഫി, അല്ലെങ്കിൽ IVUS, ഇൻട്രാവാസ്കുലർ അൾട്രാ, ചെറിയ കത്തീറ്റേഴ്സിൽ ക്യാമറ ഘടിപ്പിച്ച കത്തീറ്റേഴ്സ് ഹൃദയത്തിന്റെ രക്തക്കുഴലിനുള്ളിൽ ചെന്ന് ചിത്രമെടുക്കുന്ന, ഇപ്പോൾ ഇപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. അപ്പോൾ ഇതുപോലെ AI ടെക്നോളജി ഉള്ള കത്തീറ്റേഴ്സ് നമ്മൾ രക്തക്കുഴലിനുള്ളിൽ ചെന്നും നമുക്ക് ബ്ലോക്കിന്റെ കാഠിന്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. MRI സ്കാനിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും MRI സ്കാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ബ്രെയിനിന്റെ MRI സ്കാൻ അല്ലെങ്കിൽ നട്ടിലെ സ്പൈനിന്റെ സ്കാൻ, ഇതൊക്കെയാണ്. എങ്കിലും ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ഹാർട്ടിന്റെ ഫംഗ്ഷൻ, പ്രവർത്തനം അറിയാനായിട്ട് MRI സ്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. എല്ലാ രോഗികൾക്കും ഇത് ആവശ്യമല്ല. പ്രത്യേകിച്ച് ഹാർട്ടിന്റെ പേശികളെ, മസിലിനെ അഫക്ട് ചെയ്യുന്ന കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ ഹാർട്ടിന്റെ പമ്പിങ്ങിന് വ്യത്യാസം ഉണ്ടാകുന്ന ഹാർട്ട് ഫെയിലിയർ എന്ന കണ്ടീഷനിലൊക്കെ പലപ്പോഴും നമുക്ക് ഹാർട്ടിന്റെ സ്ട്രക്ചർ, ഘടന വളരെ കൃത്യമായി മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഹാർട്ടിന്റെ പമ്പിംഗ് ഫംഗ്ഷൻ കൃത്യമായി മനസ്സിലാക്കാനും ഹൃദയത്തിന്റെ വാൽവുകളുടെ പ്രവർത്തനം മനസ്സിലാക്കാനും MRI സ്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ബ്ലോക്കുകൾ രക്തധമനിയിലുള്ള പേഷ്യൻസിന് ഈ ബ്ലോക്കുകൾ മാറ്റിക്കഴിഞ്ഞാൽ ഹാർട്ടിന്റെ പമ്പിംഗ് ഇംപ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ടോ, അതായത് വയബിൾ ആയിട്ടുള്ള ജീവനുള്ള ടിഷ്യൂ ഹാർട്ടിൽ ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ള വയബിലിറ്റി സ്കാൻ, ഇതൊക്കെ നമുക്ക് MRIയിലൂടെ മനസ്സിലാക്കാം. ഇത് രണ്ടുമാണ് നമുക്ക് പ്രധാനമായിട്ടും ഇമേജിങ്ങിൽ, CT സ്കാനിലും MRIയിലും. നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് പലപ്പോഴും ചോദിക്കാറുണ്ട് ആൾക്കാർ, എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ. അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റിനെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രോപ്പോണിൻ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. സാധാരണ ഈ നെഞ്ചുവേദന വരുമ്പോൾ ആൾക്കാർ ഇത് അറ്റാക്ക് ആണോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ നെഞ്ചുവേദനയായിട്ട് വരുന്ന ഒരു രോഗിക്ക് ട്രോപ്പോണിൻ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ അത് ഹാർട്ട് അറ്റാക്ക് സ്ഥിരീകരിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രോപ്പോണിൻ ടെസ്റ്റ് പോസിറ്റീവ് ആകാനായിട്ട് ഒരു ടൈം വിൻഡോ ഉണ്ട്. ഉദാഹരണത്തിന് എനിക്കിപ്പോൾ നെഞ്ചുവേദന വരികയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ട്രോപ്പോണിൻ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ മിനിമം ഒരു 2 to 4 hours എങ്കിലും കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബ്ലഡ് ടെസ്റ്റിൽ ട്രോപ്പോണിൻ എലിവേഷൻ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നെഞ്ചുവേദന ഉണ്ടായി ഒരു
10 ദിവസമോ ഒരു 2 ആഴ്ചയോ കഴിഞ്ഞിട്ട് ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ട്രോപ്പോണിൻ നെഗറ്റീവായിട്ട് തന്നെ വരും. അപ്പോൾ കറക്റ്റ് ടൈമിങ്ങിന് ഇത് ചെയ്യേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, ട്രോപ്പോണിൻ നമുക്ക് പോസിറ്റീവ് ഇതുമായി ആവുന്ന മറ്റു ബന്ധപ്പെട്ടുള്ള പല മറ്റ് കണ്ടീഷൻസും. വിശദാംശങ്ങളിലേക്ക് വരാം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, ഇടപ്പള്ളിയിൽ നിന്നും ഷംസുദ്ദീൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ. ഹലോ, Good പറഞ്ഞോളൂ. afternoon. ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ. ഞാനേ എനിക്ക് ഈ പെട്ടെന്ന് ഈ കുഞ്ഞ് ഇങ്ങനെ ഇവിടെ വിലക്കൊക്കെ വന്നു പല പ്രാവശ്യം. അപ്പൊ അങ്ങനെ Okay. ഞാൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ഹാർട്ട് ഡോക്ടറിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ആദ്യമൊക്കെ മരുന്ന് തന്നു. പിന്നെയും Okay. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഡോക്ടർ എന്നോട് TMTക്ക് ഡേറ്റ് മേടിക്കാൻ പറഞ്ഞ് TMT ടെസ്റ്റ് ചെയ്തു. അപ്പൊ TMTക്ക് 9 മിനിറ്റാണ് അത് ഓടേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ 4 മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് ആകെ ശ്വാസമുട്ടും ഭയങ്കര Okay. പ്രയാസമായി. ഞാൻ അവിടെ കുറെ നേരം കിടന്നു. അത് കഴിഞ്ഞ് വീണ്ടും ആ റിസൾട്ടൊക്കെ ഡോക്ടറിന്റെ അടുത്ത് വന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എക്കോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ Okay. പിന്നെ ബ്ലോക്ക് ഉണ്ടാന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇതിന് പോയത്. അപ്പൊ എക്കോയുടെ ടെസ്റ്റ് കിട്ടിയേക്കണത് നവംബർ 22-നാണ്. അയ്യോ, ഓക്കെ. ഒരുപാട് പേരുണ്ട് ഇനി എക്കോ ടെസ്റ്റ് തന്നിട്ടുണ്ട്. എല്ലാവരും Okay. എങ്ങനെ ഈ ബ്ലോക്ക് ഉണ്ടാന്ന് അറിയാൻ പറ്റും പെട്ടെന്ന് ഈ എക്കോ ടെസ്റ്റിലും കൂടി കഴിഞ്ഞു? അത് echo test. നമുക്ക് ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ECG, എക്കോ, ട്രെഡ്മിൽ, ഇത് മൂന്നും ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. അപ്പോൾ എക്കോ പരിശോധന തീർച്ചയായിട്ടും ആവശ്യമാണ്. ഹാർട്ടിലെ മേജർ ആയിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണം പലപ്പോഴും നമുക്ക് എക്കോയിൽ നിന്ന് ലഭിക്കാം. അതിനേക്കാളും നമ്മുടെ ഹാർട്ടിന്റെ പമ്പിംഗ് ഫംഗ്ഷനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്കോ എന്തായാലും തീർച്ചയായിട്ടും ചെയ്യണം. നെഞ്ചിൽ കാര്യമായിട്ടുള്ള വിലക്കം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി നീട്ടി വെക്കാതെ തന്നെ ഡോക്ടറെ കണ്ട് നേരത്തെ തന്നെ ഒരു ഡേറ്റ് വാങ്ങിച്ച് ബാക്കി പരിശോധനകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഹാർട്ടിന്റെ കാര്യത്തിൽ നമുക്ക് ഡിലേ നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിലക്കം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറോട് പറഞ്ഞ് അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് നേരത്തെ തന്നെ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, പ്രേക്ഷകന് മനസ്സിലായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഈ പലപ്പോഴും ഹൃദയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു പ്രശ്നം ഹൃദയമിടിപ്പാണ്. കാരണം പലർക്കും ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിലെ ടെൻഷനും മറ്റു കാരണങ്ങളും കാരണം പെട്ടെന്ന് ആങ്സൈറ്റി ഉണ്ടാകാം. അപ്പോൾ ഹാർട്ട് ബീറ്റ് വളരെയധികം കൂടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഹാർട്ട് ബീറ്റ് കൂടുന്നതെന്നുള്ള കാരണം കണ്ടെത്താൻ പറ്റാണ്ട് വരുന്നു. ഈ ഹൃദയമിടിപ്പ്, അതിൻ്റെ ഒരു അമിതമായി ഹൃദയമിടിക്കുന്നത്, ഇതെല്ലാം ഈ ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ? ഹൃദയമിടിപ്പ് അറിയാനുള്ള പരിശോധനകൾ എന്തെല്ലാമാണ്? ഹൃദയമിടിപ്പ് നമുക്കറിയാം, നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. 1 മിനിറ്റിലെ ശരാശരി 72 തവണയാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ 4 അറകളുണ്ട്. വലതുവശത്തെ മുകളിലത്തെ അറയിലെ ഒരു സൈനസ് നോഡ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയിൽ നിന്നാണ് ഈ ഹാർട്ട് ബീറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ നോർമലി 72 ആണെങ്കിൽ നമ്മൾ 60-ൽ താഴെ ഉള്ളതിന് നമ്മൾ ഹാർട്ട് ബീറ്റ് കുറവ് അല്ലെങ്കിൽ ബ്രാഡിക്കാർഡിയ എന്ന് പറയുന്നു. 100-ൽ മുകളിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ടാക്കിക്കാർഡിയ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടുതലാണെന്നുള്ള കണ്ടീഷൻ വരും. അപ്പോൾ നെഞ്ചിടിപ്പ് ഹാർട്ടിന്റെ ലക്ഷണമായിട്ട്, ഒരു അസുഖത്തിന്റെ ലക്ഷണമായിട്ടും നെഞ്ചിടിപ്പ് വരാം. അല്ലാതെ നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലും നെഞ്ചിടിപ്പ് വരും. ഉദാഹരണത്തിന് ഒരാൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോകുന്നു, ഒരു ടെൻഷൻ ഉണ്ടാകുന്നു. ഇതൊക്കെ നമുക്ക് ഫിസിയോളജിക്കലായിട്ട് നോർമലി തന്നെ എല്ലാ മനുഷ്യർക്കും ജീവിതത്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ സ്പീഡ് നടക്കുന്നു, അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നു, സൈക്കിൾ ചവിട്ടുന്നു, ഈ സിറ്റുവേഷൻസിലൊക്കെ വരാം. അതുപോലെ തന്നെ മറ്റ് സിറ്റുവേഷൻസ്, ഉദാഹരണത്തിന് ഗർഭിണികൾക്ക് നോർമലി തന്നെ ഹാർട്ട് ബീറ്റ് കുറച്ച് കൂടുതലായിരിക്കും. തൈറോയിഡ്, മറ്റ് അസുഖങ്ങളുള്ള തൈറോയിഡ് ഹോർമോൺ ലെവൽ കൂടുതലുള്ള ആൾക്കാർക്കും ഹാർട്ട് ബീറ്റ് കൂടുതലായിട്ട് വരാം. അപ്പൊ നെഞ്ചിടിപ്പ്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ടെൻഷൻ നെഞ്ചിടിപ്പ് കൂട്ടാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു നെഞ്ചിടിപ്പ് ഉണ്ടാകുന്ന രോഗിക്ക് ഇത് നോർമലായിട്ട് ഉണ്ടാകുന്നതാണോ അതോ ഹാർട്ട് താളം തെറ്റി സ്പീഡ് കൂടി ഇടിക്കുന്നതാണോ എന്ന് അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്ക് ECG എടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. കാരണം അപ്പം നമുക്ക് അന്നേരം അറിയാം ECGയിൽ ആ സമയത്ത് ഹാർട്ട് ബീറ്റ് എത്രയാണ്, താളം നോർമൽ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ. നേരെ മറിച്ച് ഇടയ്ക്ക് മാത്രം വരുന്ന ഒരു സിംറ്റം ആണെങ്കിൽ ഇപ്പൊ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ECG എടുക്കാൻ സാഹചര്യം ഉണ്ടാവില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കണ്ടിന്യൂസ് ഹാർട്ട് ബീറ്റ് മോണിറ്ററിങ് ചെയ്യും. അതിന് നമ്മൾ ട്രഡീഷണലി ഹോൾട്ടർ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഒരു ECG ലീഡ്സ് നമ്മൾ കണക്ട് ചെയ്ത് ഒരു ബെൽറ്റ് പോലെ ഒരു സാധനം കെട്ടിയിട്ട് നമ്മൾ നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നു. എപ്പോഴെങ്കിലും സിംറ്റം ഉണ്ടാവുകയാണെങ്കിൽ ആ ടൈം നമ്മൾ നോട്ട് ചെയ്യുന്നു. അതാണ് നേരത്തെ കുറച്ച് കമ്പർസമായിരുന്നു. ഇപ്പൊ പുതിയ ടെക്നോളജി വന്ന് ഇപ്പൊ ചെറിയ പാച്ചസ് അവൈലബിൾ ആണ്. നമുക്കിവിടെ ചെസ്റ്റിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അത് 2-3 ഡേയ്സ് നമ്മൾ അത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പേഷ്യൻസിന് നോർമൽ ലൈഫ് സ്റ്റൈലും ജോലിക്കും കാര്യങ്ങൾക്കെല്ലാം പോവാം. അത് കഴിയുമ്പോൾ നമുക്കത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ECG ട്രേസിംഗ്സ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ ഈ ടെസ്റ്റുകളിലൂടെ ഇടപെടുകയാണ്. ഈ ഒരു ചോദ്യത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് തിരികെ എത്താം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക ചേരുകയാണ്, കൊല്ലത്ത് നിന്നും മേബിൾ. ഡോക്ടറോട് ചോദിച്ചോളൂ.
ഹലോ ഹലോ ഡോക്ടറെ, മേബൽ പറഞ്ഞു. ഞാന് ഒരു 5-6 മാസത്തിന് 1 വർഷമായി പേസ് മേക്കർ വെച്ചിരിക്കുകയാണ്. എനിക്ക് ആ 72ന്റെ സ്ഥാനത്ത് 24 മണിക്കൂർ അതിന്റെ ടെസ്റ്റ് പരിശോധന എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് 50 താഴെ ഉള്ളു. പക്ഷേ ഒരു 3 മാസം കഴിഞ്ഞാണ് വെച്ചത്. അപ്പോഴത്തേക്ക് 40 ആ സമയത്താണ് വെച്ചത്. ഞാൻ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്, ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് എന്റെ ജീവിത രീതി കൊണ്ട്? എനിക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ വേറൊന്നും ഇല്ല. പിന്നെ എനിക്ക് ബ്ലഡ് കുറവാണ്. ബ്ലഡിന്റെ അളവ് കുറയത്തേ ഉള്ളൂ. കാര്യം വേറെ അസ്വസ്ഥതകളൊന്നുമില്ല. പക്ഷെ വെരിക്കോസ് ഉണ്ട്. പിന്നെ ഒരു ഹിരണ്യ എന്ന് പറയുന്നത് എന്റെ കുടലില് അത് സ്കാൻ ചെയ്തപ്പോൾ ഗ്യാസിന്റെ അസുഖം ഉണ്ടായിരുന്നു. ഒരു ഹിരണ്യുണ്ട്. അത് വന്ന് നെഞ്ചിന്റെ ഇടുക്കിൽ തന്നെയാണ് അതും ഇരിക്കുന്നത്. മൊത്തത്തില് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആഹാരമൊക്കെ കഴിക്കാൻ. എല്ലാ ദിവസവും രാവിലെ ഗ്യാസിന്റെ ഗുളിക കഴിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ആഹാരം നല്ലതുപോലെ കഴിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ തലകറങ്ങി വീഴുമായിരുന്നു. അപ്പൊ ENT പ്രശ്നമാണ്. അത് ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമായിരിക്കും എന്ന് പറഞ്ഞ് ENT കാണിച്ചു. ചെവി പ്രശ്നം പരിശോധിച്ചപ്പോൾ അതായിരിക്കും എന്ന് പറഞ്ഞ് കഴുത്തിന് കോളറൊക്കെ ഇട്ട് തന്നു. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ഇതേപോലെ വരാൻ തുടങ്ങി. അപ്പൊ ഈ ഗ്യാസിന്റെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു ECG നമുക്ക് എടുക്കാന്ന് പറഞ്ഞു. ECG എടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് വേരിയേഷൻ ആയതുകൊണ്ട് 50 ഉള്ളൂ. അപ്പൊ ഉടനെ പറഞ്ഞ് അത് വീട്ടിൽ 2 ദിവസത്തേക്ക് റെപ്പിനെ വിടും, അവരത് ചെയ്യും, ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ആ 2 ദിവസത്തെ ടെസ്റ്റിനകത്താണ് എനിക്ക് പല സമയങ്ങളിൽ എന്റെ ഹൃദയം ഇടിക്കുന്നില്ല. അത് ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നു. രാത്രി സമയങ്ങളിൽ നിന്ന് പോകുന്നു. ഉച്ച കഴിഞ്ഞതിന് ശേഷം നിന്ന് പോകുന്നു. രാവിലെ ചില സമയങ്ങളിൽ എപ്പോഴൊന്നും പറയാൻ വരുന്നില്ല. അങ്ങനെ 24 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് എടുത്തു നോക്കിയതിന് ശേഷമാണ് എനിക്ക് ഇപ്പൊ പേസ് മേക്കർ വെച്ചിരിക്കുന്നത്. അത് എനിക്ക് ഏറ്റവും ചുരുങ്ങിയ കാലം വെച്ചിരിക്കുന്നത് 8 വർഷത്തേക്കെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞ സെപ്റ്റംബർ 9-നാണ് വെച്ചത്. ഇപ്പൊ 1 വർഷം ആയിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ നല്ല വേദനയുണ്ട്. ഇടത് വശത്തെ കൈയുടെ ഇവിടെ ഇങ്ങനെ. അതിന് 1 മാസം മുമ്പായിട്ട് പല്ലുവേദന, അസഹ്യമായ പല്ലുവേദനയും നീരും മോണപ്പഴുപ്പും ഒക്കെ ആയിട്ട്. ഓക്കെ. ഹാർട്ട് ബീറ്റ് കുറയുന്ന നേരത്തെ പറഞ്ഞ ബ്രാഡിയറിത്മിയ ആയിരിക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ അത് സാധാരണയായിട്ട് 6 സൈനസ് സിൻഡ്രോം അല്ലെങ്കിൽ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ആണ് പലപ്പോഴും ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. എന്തായാലും പേസ് മേക്കർ വെച്ചത് നന്നായി. കാരണം ഹാർട്ട് ബീറ്റ് കുറയാനുള്ള കാരണം പേസ് മേക്കർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യുകയും എപ്പോഴാണോ നമ്മുടെ ഹാർട്ട് ബീറ്റ് കുറയുന്ന ആ സമയത്ത് പേസ് മേക്കർ ഫംഗ്ഷൻ ചെയ്ത് നോർമൽ ലെവലിലേക്ക് ഹാർട്ട് ബീറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ പേസ് മേക്കർ വെച്ച സ്ഥിതിക്ക് സാധാരണ ഒരു മോർ ദാൻ 10 ഇയേഴ്സ് പേസ് മേക്കേഴ്സ്, മോസ്റ്റ് ഓഫ് ദ പേസ് മേക്കേഴ്സ് വർക്ക് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇടിപ്പിനെ കുറിച്ച് ഓർത്ത് അധികം ടെൻഷൻ ആവണ്ട. അല്ലാതെയുള്ള സിംറ്റംസ് തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കണ്ട് സിംറ്റംസ് പറയുക. ഹാർട്ട് ബീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിംറ്റംസ് അല്ല ഇപ്പൊ പറഞ്ഞത്. മറ്റ് കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. വ്യക്തമാണ് ഡോക്ടർ. ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് സംസാരിച്ച് തീരാവുന്ന വിഷയമല്ല ഹൃദയാരോഗ്യം. പ്രേക്ഷകർക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ഡോക്ടർ, വളരെയധികം നന്ദി ഇത്രയധികം വിശദമായി ഈ ഹൃദയാരോഗ്യത്തെക്കുറിച്ച് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന്. ഇന്ന് നമ്മളോടൊപ്പം ഹലോ ഡോക്ടറിൽ ഉണ്ടായിരുന്നത് അടൂർ ലൈഫ് പെയിൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഇസഡ് സാജൻ അഹമ്മദാണ്. ഏവർക്കും നമസ്കാരം. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു.